ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ബാലചന്ദ്രനാണെങ്കിൽ ആഗ്രയിലേക്കുള്ള യാത്രയിലാണ്. ഇതിനിടയ്ക്ക് വൈജയന്തി ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം കോളൊന്നും എടുക്കുന്നില്ല കേട്ടോ. അതിനുശേഷം ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടാണ് യാത്ര പോകുന്നത്. അലീനയും മനുവും ബാലചന്ദ്രനും ചേർന്ന് കൊണ്ടുവന്നതും ഹോം നേഴ്സിനെ ഇത്ര ദൂരം വന്ന് കൊണ്ടുപോയതിലെ സംശയമൊക്കെ മനുവിനോട് ചോദിക്കുന്നുണ്ട്. അലീന പണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് വൈജയന്തി ഇറക്കി വിടാൻ ശ്രമിച്ചപ്പോൾ അലീന തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് മനസ്സിലാക്കി ബാലചന്ദ്രൻ അവളെ തടഞ്ഞതൊക്കെ ഓർക്കുകയാണ് കേട്ടോ. പിന്നീട് നമ്മുടെ അലീന മനുവിനെ വിളിക്കുകയാണ്. എന്നിട്ട് താൻ തിരികെ പോകുന്ന വിവരം അറിയിക്കുകയാണ് കേട്ടോ. നാളെ തന്നെ പോകാൻ സാധ്യതയുണ്ടെന്നും തൽക്കാലം മാമച്ചായൻ്റെ വീട്ടിലാണ് നിൽക്കുന്നതെന്നും അവിടെ തന്നെ ഒരു ജോലിക്ക് ശ്രമിക്കാമെന്നും പറയുന്നു. താൻ വന്ന ശേഷമാണ് ഇവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് മാഡം പറയുന്നത്. രോഹിത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴൊക്കെ മാഡം തന്നെ തെറ്റുകാരിയായിട്ടാണ് കാണുന്നതെന്നും അലീന പറയുന്നുണ്ട്. അമ്മയുടെ കാര്യമല്ല മാഡത്തിന് വലുത്, തന്നോടുള്ള വാശിയാണ് മാഡത്തിനെന്നും അലീന സങ്കടത്തോടെ പറയുന്നുണ്ട്. പോകുന്നതിന് മുൻപേ മനുവിനെ വിളിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടാണ് കേട്ടോ കോള് കട്ട് ചെയ്യുന്നത്. അലീന പോകുന്നതിൽ മനുവിന് നല്ല വിഷമമുണ്ട്. കുട്ടിയും ദീർഘയാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുന്നതാണ്. അത്രയും ദൂരം യാത്ര ചെയ്തതിനാൽ അവരൊക്കെ നന്നായിട്ട് ക്ഷീണിച്ചിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം മാമച്ചായനും ഗ്രേസിയമ്മയും ഷെറിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഷെറിൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരു വർഷമാണ് നന്നായിട്ട് ജീവിച്ചത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. പിന്നീട് ഷെറിൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ രേവതിക്കുട്ടിക്ക് നല്ല സംശയമുണ്ട്. അതിനുശേഷം കല്യാണത്തിന് മുൻപായിരിക്കും ഷെറിൻ ചേച്ചി പ്രസവിച്ചതെന്നും അത് ജോമോൻ്റെ കുഞ്ഞായിരിക്കുമെന്നും അവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണേ. ഷെറിൻ നാട്ടിലെത്തിയപ്പോൾ കുഞ്ഞിനെ കാണാഞ്ഞാവാം മാനസിക നില തെറ്റാൻ കാരണമെന്നും ഇനി കുഞ്ഞിനെ കണ്ടെത്താൻ ഒന്നേന്ന് തുടങ്ങണമെന്നും രേവതിക്കുട്ടി പറയണുണ്ട്.